ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഗതിവിധി 1 സൂചന ഗൺപടയും ഓർ പ്രശ്നോക്ക് ഉത്തള്ളികയും. എന്താണ് കൂട്ടുകാരെ? യെസ്, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഏക് ബാർ ഏക് മേംടെക് ഗംസോർ ഹുവ. അവിടെ എന്താണ്? മേംടെക്കിന് എന്താണ്? വളരെയധികം എന്ത് തോന്നി? ക്ഷീണം തോന്നിയല്ലേ? വഹ് ഡോക്ടർ കെ പാസ് ഗയ. അത് എന്ത് ചെയ്തു? ഡോക്ടർ അടുത്തേക്ക് പോയി. കഹ മേരി തബിയത്ത് ടീക് നെഹി. കഹ അവരെന്താ പറയുന്നത്? എൻ്റെ ആരോഗ്യസ്ഥിതി ശരിയല്ല എന്ന് പറയാണല്ലേ ഡോക്ടറോട്. ബൂട്ടെ ഡോക്ടറിനെ നാക് പർ ഐനക് രഗക്കർ ബത്തായ. വയസ്സായ ഡോക്ടർ എന്താണ്? മൂക്കിൽ മുകളിൽ കണ്ണടയൊക്കെ വെച്ചുകൊണ്ട് പറയാണ്, ബഹൻജി ആപ്കി ചമട്ടി ഗോലി ഹേ. നിന്റെ തൊക്ക് എങ്ങനെയുള്ളതാണ്? യെസ്, നനവുള്ളതാണ്. ഗീലേപ്പൻ സെ ദൂർ ചടിഹേ പാനിമേ മത് ജായി. വെള്ളത്തിലേക്ക് അനി പോവരുതെന്ന് പറയുകയാണല്ലേ. ഓക്കെ, നമുക്ക് അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. കംസോർ ക്ഷീണം, ദെൻ തബിയത്ത് ആരോഗ്യസ്ഥിതി, ഐന കണ്ണട, നാക്ക് മൂക്ക്, ചമ്മട്ടി തൊക്ക്, ഗോലി നനവുള്ള. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംസോർ ഹോനെ പർ മേംടെക് കിസ്കെ പാസ് ഗയ. ക്ഷീണം തോന്നി നോക്കുമ്പോൾ മേംടെക് ആരുടെ അടുത്തേക്കാണ് പോയത്? ഡോക്ടർ കെ പാസ്, ടീച്ചർ കെ പാസ്, അമ്മ കെ പാസ്, ദോസ്ത് കെ പാസ്. ആരുടെ അടുത്തേക്കാണ് പോയത്? ഡോക്ടറിൻ്റെ അടുത്തേക്കാണല്ലേ. ആരുടെ അടുത്തേക്കാണ്? ഡോക്ടർ കെ പാസ്. ആൻസർ ഡോക്ടർ കെ പാസ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മേംടെക്കിനെ ഡോക്ടർ സേ ക്യാ കഹ. മേംടെക് ഡോക്ടറോട് എന്താണ് പറഞ്ഞത്? അമ്മാക്കി തബിയത്ത് ടീക് നഹി. അമ്മയ്ക്ക് സുഖമില്ല, ആരോഗ്യസ്ഥിതി ശരിയല്ല. ദെൻ മേരി തബിയത്ത് ടീക് നഹി. എൻ്റെ ആരോഗ്യസ്ഥിതി ശരിയല്ല. ബഹൻക്ക് തബിയത്ത് ടീക് നഹി. ദോസ്തിക്ക് തബിയത്ത് ടീക് നഹി. എന്താ പറഞ്ഞത്? യെസ്, മേരി തബിയത്ത് ടീക് നഹി എന്നാണല്ലേ. മേരി തബിയത്ത് ടീക് നഹി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കിസ്കി ചമ്മട്ടി ഗോലി ഹേ. കിസ്കി ചമ്മട്ടി ഗോലി ഹേ. ആരുടെ ചമ്മട്ടിയാണ്, തൊക്കാണ് നനഞ്ഞിരിക്കുന്നത്? ഡോക്ടർക്ക്, ദോസ്തിക്ക്, മേംടെക്ക്, അമ്മയ്ക്ക്. ഡോക്ടർക്ക് ഡോക്ടറിൻ്റെ, ദോസ്തിൻ്റെ യെസ് ദോസ്തിക്ക് കൂട്ടുകാരൻ്റെ, ദെൻ മേംടെക്ക് ആരുടെയാണ്? യെസ് തവളയുടെ, അമ്മയ്ക്ക് അമ്മയുടെ. ആൻസർ എന്താണ്? യെസ്, മേംടെക്ക്. ഓക്കെ, മേംടെക്ക് അല്ലേ ആൻസർ വരുന്നത്. യെസ്, മേംടെക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ടർ ने मेमटेक से क्या बताया. ഡോക്ടർ ने मेमटेक से क्या बताया. എന്താ പറഞ്ഞത് ഡോക്ടർ? യെസ്, പാനി മേ മത് ജായിയേ. ദെൻ സഹി പ്രസ്താവ് ചുൻകർ ലിഗേം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സഹി പ്രസ്താവ് ചുൻകർ ലിഗേം. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് നമ്മൾ എടുത്തെഴുതണം അല്ലേ. ഡോക്ടർ ने हाथ पर ऐनक रखा, डॉक्टर ने नाक पर ऐनक रखा, डॉक्टर ने सिर पर ऐनक रखा, डॉक्टर ने गले पर ऐनक रखा. ഏതാ റൈറ്റ് ആൻസർ? डॉक्टर ने नाक पर ऐनक रखा. केदन നമുക്ക് ഗതിവിധി 2 നോക്കാം. മുർജായ ഫൂൽ കവിത കാ യഹ് അംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखें. എന്താണ്? മുർജായ ഫൂൽ എന്ന കവിതയുടെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. അഗർ ഹോ സക്കെ തോ ടണ്ടി ബൂട്ടെ ടപക്ക ദേത്തെ പ്യാരെ ജൽ ന ജായേ സപ്തപ്ത് ഹൃദയ ശീതളദാല ദേന പ്യാരെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദുഃഖിത് ഹൃദയ ജൽ ന ജായേ ഉസേ ശീതളത ദേനി ഹേ. യഹ് ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേം. അത് തന്നിട്ടുള്ള വരികളുടെ ആശയം ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്താ പറയുന്നത്? യെസ്, അഗർ ഹോ സക്കെ തോ ടണ്ടി ബൂഢേ ടബക്ക ദേന പ്യാരെ ജൽ ന ചായേ സപ്ത് ഹൃദയ ശീതളതല ദേന പ്യാരെ. എന്താ പറയുന്നത്? കഴിയുമെങ്കിൽ എന്താണ്? അഗർ ഹോ സബ് തോ ടണ്ടി ബൂത്തെ ടപക്ക ദേത്തെ. കഴിയുമെങ്കിൽ തണുത്ത വെള്ളത്തുള്ളികൾ തളിക്കൂ. ദെൻ ജൽ ന ജായേ സപ്തത് ഹൃദയ ശീതളലാദ ദേന പ്യാരെ. ദുഃഖപൂർണമായ അതിൻ്റെ ഹൃദയത്തെ കൂടുതൽ വിഷമിപ്പിക്കരുത്. പകരം എന്താണ്? അതിന് കുറച്ച് കുളിർമ നൽകൂ, സന്തോഷം കൊടുക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വരികളുടെ ആശയം ഇതാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ. ദുഃഖിത് ഹൃദയ ജൽ ന ജായേ ഉസേ ശീതളത ദേനി ഹേ യഹ് ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേം. ഈ ആശയം വരുന്ന വരികളാണല്ലേ. ഏതൊക്കെ വരികളാണ്? ലാസ്റ്റ് 2 ലൈൻസ് ആണല്ലേ. ലാസ്റ്റ് 2 ലൈൻസ് അല്ലേ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് 2 ലൈൻസ് ആണ്. ഓക്കെ, ഈ 2 ലൈൻസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം.
കവിതാക്ക ആശയ ലിഖേം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കവിതയുടെ ആശയം എഴുതാനാണ്. അപ്പോൾ ഒരു കവിതയുടെ ആശയം എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതേണ്ടത്? യെസ്, കവിയുടെ പേര് എഴുതണമല്ലോ. ഇവിടെ കവയിത്രിയാണല്ലേ. എന്താണ് കവയിത്രിയുടെ പേര്? യെസ്, ശ്രീമതി സുഭദ്ര കുമാരി ചൗഹാൻ ആണല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അപ്പോൾ എഴുതാം. ശ്രീമതി സുഭദ്ര കുമാരി ചൗഹാൻ की कविता है मुरझाया फूल. ദെൻ കവയിത്രി ബതാത്തെ ഹെ കി യഹ് ഫൂൽ തോ മുർജായ ഹെ. എന്താണ് കവയിത്രി പറയുന്നത്? യെസ്, ഈ പൂവ് വാടിയതാണ്. ഇസ്ലിയെ ഉസ്കോ ദുഃഖാനം, അതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യരുത്? വിഷമിപ്പിക്കരുത്. ഉസ്കി പകുടിയാ കോ ബി ബികരാന, അതിനെ എന്ത് ചെയ്യരുത്? അതിൻ്റെ ഇതളുകളൊന്നും കൂടുതൽ ചിതറിക്കരുത്. ഉനേം ചോട്ട് ബി നെഹി പഹുഞ്ചായേം, അതിനെ കൂടുതൽ മുറിവേൽപ്പിക്കരുത്. ക്യോംകി വഹ്തോ അപ്നി അന്തിം ഗഡിയോ മേഹെ, എന്തുകൊണ്ടാണ്? അതിപ്പോൾ അതിൻ്റെ അവസാന നിമിഷങ്ങളിലാണ്. കവയത്രി ഹമേൻ ഡണ്ടി ബൂണ്ടേ ടപ്കാക്കർ ഉസേ ശീതളത പ്രദാൻ കർണ ചാത്തി. എന്താണ് കവയത്രി ആഗ്രഹിക്കുന്നത്? ആ വെള്ളത്തുള്ളികൾ, അതായത് നമ്മളെല്ലാവരും അതിൽ തണുത്ത വെള്ളത്തുള്ളികൾ തണിച്ച് അതിന് കുളിർമ നൽകണമെന്നാണ് കവയത്രി ആഗ്രഹിക്കുന്നത്. ഇസ് തരഹ കവയത്രി ദിൻ ദുഃഖിയോं की सहायता करने का संदेश देती है. എന്താണ്? അതായത് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ രീതിയിൽ കവയത്രി നമുക്ക് നൽകുന്നതല്ലേ. അപ്പം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ കവിതയുടെ ആശയം എഴുതുക. ഓക്കെ, ദെൻ നമുക്ക് ഗതിവിധി 3 നോക്കാം. നന്ന ഉല്ലു കഹാനി കാ യഹ് അംശ് പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. നന്ന ഉല്ലു എന്ന കഹാനിയുടെ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. അമ്മ ने नन्ना उल्लू को टाम लिया. तुम कितनी बार गले लगाओगी मुझे? नन्ना उल्लू ने पूछा. बहुत प्यार. अम्मा ने फिर उसे गले से लगा लिया. कितनी बार എന്ന് ചോദിക്കുകയാണല്ലേ. നന്ന ഉല്ലുവിനെ ഊങ്ते हुए पूछा. जितनी लहरें हैं समुद्र में, जितने तारे हैं आसमान में, उतनी बार. അപ്പം നോക്കൂ, തും കിത്തനി ബാർ ഗലേ ലഗാവോഗി മുझे യഹ് കിസ്നെ പൂച്ചത്. ഇങ്ങനെ ആരാണ് ചോദിച്ചതല്ലേ? അങ്ങനെ ആരാ ചോദിച്ചത്? യെസ്, നന്ന ഉല്ലു അല്ലേ. ഇത് നന്ന ഉല്ലുവിനെ പൂച്ച. ആൻസർ എന്താണ്? നന്ന ഉല്ലു. ഓക്കെ, ആൻസർ ഇവിടെ എഴുതാൻ നന്ന ഉല്ലു. ദെൻ നന്ന ഉല്ലു और അമ്മ ഉല്ലു കെ ബീച്ച് കി ബാത്ചീത് തയ്യാർ കരേം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, നന്ന ഉല്ലു എന്താ പറയുന്നത്? അമ്മ, അമ്മേൻ തുംസെ പ്യാർ കർത്താഹു. അമ്മ, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അപ്പം അമ്മ എന്താ ചോദിക്കുന്നത്? യെസ്, കിത്തരി അല്ലേ. അതായത് ബഹുത്ത് പ്യാർ എന്ന അമ്മ ഉല്ലു, നന്ന ഉല്ലു എന്താ പറയുന്നത്? ബഹുത്ത് ബാർ. അപ്പം എത്ര ബാർ എന്ന് ചെയ്യാം. ഉമ്മ ഉല്ലു എന്താ ചോദിക്കുന്നത്? കിത്തനി ബാർ. അപ്പം നന്ന ഉല്ലു എന്താ പറയുന്നത് കൂട്ടുകാരെ? ജിത്തനി ലഹരെ മേം സമുദ്ര മേം ജിത്തനെ താരേ മേം ആസ്മാൻ മേം ഉത്തനി ബാർ. അതായത് ഈ പാസേജ് നമുക്ക് നൽകിയിട്ടില്ല, അതിൽ തന്നെ ഒരു കോൺവെർസേഷൻ രൂപത്തിലാണ് അല്ലാതെ നൽകിയിട്ടുള്ളത്. അത് ഇവിടേക്ക് ഇങ്ങനെ എടുത്തെഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? മാർസ് ലേഖക യഹ് അംശ് പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. മാർസ് ലേഖനത്തിൻ്റെ ആ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതൊരു ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സോയെ പഠിത്തേ രഹിത്തെ ഗണ്ടോ പഠനെ മേ ലഗേ രഹിത്തെ ഗർവാലെ സിന്ദ് കർത്തെ അബ് ബസ് കരോ ബഹുത് പഠ ലിയോ. बस 1 घंटे और पढ़ ले लेकर हम चादर अपने ऊपर खींच लेते. ध्यान खत्म होते तो नींद में गायब तो जाते. तब देर रात तक जगत करते. परीक्षा के लिए गद्यांश में प्रयुक्त शब्द कौन सा है? ഏതാണ് പരീക്ഷ के लिए? യെസ്, इम्तिहान आनले. ओके, आंसर എന്താണ്? ഇംതിഹാൻ. ഓക്കെ, ദെൻ മാർച്ച് കെ പരീക്ഷ കെ ദിനോं के अनुभव पर अपनी ഡയറിയിലേക്ക് നിങ്ങളുടെ ഡയറി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഒരു ഡയറിയുടെ ഫോമാറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാലോ. ഓക്കെ, ഡേയും ഡേറ്റും ഒക്കെ എഴുതി ഡയറി എഴുതുക. ഓക്കെ, ദെൻ ഗതിവിധി 5 जगमग तारा कविता का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ജഗ്മഗ് താര എന്ന കവിതയുടെ വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. देश हमारा हमें ही अपना जान से प्यारा. देश हमारा सागर ने जिसका पाव पसारा. देश हमारा सत्य की जय संदेश हमारा സന്ദേശ് ക്യാ ഹേ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. സന്ദേശം എന്താണ്? സത്യ അല്ലേ, സത്യം. ദെൻ ദേശ് കി ഖൂബിയോं पर एक नागर गीत तैयार करें.
നാരാഗീത് അല്ലേ, എന്താണ് മുദ്രാവാക്യ ഗീതമാണല്ലേ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നാരാഗീത് തയ്യാർ കരേ. ദെൻ ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ശരിയായ 2 പ്രസ്താവനകൾ എടുത്തെഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ? ഹമേ അപ്നെ ദേശ് ജാൻ സെ പ്യാരാ ഹേ. ദെൻ ഹമാരെ ദേശ് में सत्य की जय का कोई महत्व नहीं है. सागर ने हमारे देश के पाँव पसारा है. तालाब ने हमारे देश का पाँव पसारा है. ഇതിൽ ഏതൊക്കെയാണ്? യെസ്, ഹമേം അപ്നാ ദേശ് ജാൻ സെ പ്യാരാ ഹേ. ഇതിൽ സഹി പ്രസ്താവല്ലേ. ദെൻ സാഗർ ने हमारा देश का पाँव पसारा है. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. जमी को जादू आता है कविता का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ജമീക്ക് ജാദു ആതാഹി എന്ന കവിതയുടെ ഭാഗമാണ് നൽകിയിട്ടുള്ളത്. വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ. അഗർ അമരൂദ് ബീജു മേം തോ യോ അമരൂദ് ദേത്തി ഹെ. അഗർ ജാമുൻ की गुडली डालूं तो जामुन देती है. करेला तो करेला, नींबू तो नींबू. अगर मैं फूल मांगूं तो गुलाबी फूल देती है. मैं जो रंग दो उसे वे रंग देती है. फूल मांगने पर ज़मीन क्या देती है? फूल ज़मीन की क्या देती है? എന്താണ് നൽകുന്നത്? फूल मांगने पर ज़मीन क्या देती है? यस, गुलाबी फूल देती है അല്ലേ. ഓക്കെ, ദെൻ സഹി മിലാൻ തെരെ കരേം. അഗർ അമരൂദ് ബീജു മേം എന്താണ്? തോയോ अमरूद देती है. देन मैं जो रंग दूं उसे वे रंग देती है. देन अगर जामुन की गुठली डालूं तो जामुन देती है. അഗർ മേ ഫൂൽ മാംഗും തോ ഗുലാബി ഫൂൽ ദേത്തി ഹെ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.